നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തവരായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. എന്നാൽ ചില ആളുകൾക്ക് ഒരു അക്കൗണ്ട് ആയിരിക്കും, ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർക്കും അല്ലെങ്കിൽ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു നിയമം എന്ന് വേണമെങ്കിൽ പറയാം. മൾട്ടിപ്പിൾ അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്ഫുള്ളായ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മാറ്റമാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ചില ആളുകൾക്ക് ഈ യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ടാണ്. അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിന് യൂസർ നെയിം കൊടുക്കും. യൂസർ നെയിം കൊടുത്താൽ അത് നിലവിലില്ലാത്ത യൂസർ നെയിം ആണെങ്കിൽ നമുക്ക് അത് വലിയ കഷ്ടമായിരിക്കും. അത് എറർ കാണിക്കും. അങ്ങനെ നമുക്ക് ചില ആൾക്ക് യൂസർ നെയിം നേരവണ്ണം കൊടുക്കാൻ അറിയത്തുമില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുത്തിട്ട് ഇതുവരെ ഡിലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിലും അവർക്കുള്ള മാർഗവും ഡിലീറ്റ് ചെയ്യേണ്ട ശരിയായ രീതിയിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കാണ് കാണാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നതാണ് വീഡിയോ ഒക്കെ ചെയ്യാത്തത്. നമുക്ക് സമയങ്ങളാതെ പെട്ടെന്ന് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകും. അതിനായിട്ട് ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഒരു പുതിയ മൾട്ടിപ്പിൾ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു യൂസർ നെയിം ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് യൂസർ നെയിം ഇപ്പോൾ ഞാൻ ദേവനന്ദൻ എന്ന് കൊടുക്കുന്നു. എൻ്റെ പേര് തന്നെ ഞാൻ കൊടുക്കുന്നു. അത് മലയാളത്തിലായി. അടുത്ത് നമുക്കത് ഇംഗ്ലീഷിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ അത് ദേവനന്ദൻ എന്നാണ് കൊടുക്കുന്നത്. ഞാൻ അതിനുശേഷം ലോഗിൻ കൊടുത്തു. ഇവിടെ യൂസ് ട്രൈ അഗെയിൻ എന്നാണ് വരുന്നത്. ഇവിടെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത യൂസർ നെയിം ശരിയല്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പോൾ ദേവാനന്ദൻ എന്ന് തന്നെ വീണ്ടും കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ദേവാനന്ദൻ തന്നെ വീണ്ടും കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വരണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ അപ്പ് ലോഗിൻ ഹെൽപ്പ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ വരണില്ല. നിങ്ങൾക്കും അങ്ങനെ വരണില്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ചില ആളുകൾക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ ഡയറക്റ്റ് വന്നാൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം കൊടുക്കേണ്ട ഓപ്ഷൻ വരും. നേരത്തെ പറഞ്ഞ രീതിയാണ് ശരിയായ രീതി. പിന്നെ നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കേണ്ട ആളാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലൂടെ പോയാൽ മതി. കൊടുക്കാൻ അറിയാത്ത ആളാണെങ്കിൽ സൈൻ അപ്പ് എന്ന ഓപ്ഷനിലോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കുകയാണെങ്കിലും അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ദേവനന്ദൻ എന്ന് തന്നെ എഴുതി കൊടുക്കുകയാണ്. ഇതാണ് വന്ന ഒരു അപ്ഡേറ്റ്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം നിലവിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിലവിലുള്ള യൂസർ നെയിം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും. നിലവിലുള്ള ഈ ഇൻസ്റ്റാഗ്രാം കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നിലവിലുള്ള യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് നേരിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുകയും നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റേ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യത്തെ ഇൻ്റർഫേസ് ആണ് പറഞ്ഞെങ്കിൽ സൈനപ്പ് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ടിന് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ യൂസർ നെയിം കൊടുക്കുന്നു. ദേവനന്ദൻ എന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്.
അപ്പോൾ അത് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു അക്കൗണ്ട് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ അവർ തന്ന ഒരു യൂസർ നെയിം തിരഞ്ഞെടുത്തു. എന്നിട്ട് എല്ലാ പെർമിഷനും ഞാനിപ്പോൾ അലോ കൊടുത്തു, കണ്ടിന്യൂ അലോ കൊടുത്തു, എഗ്രി കൊടുത്തു. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആഡ് പ്രൊഫൈൽ വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് നമുക്കിപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ നെക്സ്റ്റ് ബട്ടൺ കൊടുത്താൽ മതി. നോട്ടിഫിക്കേഷൻ പെർമിഷൻ അലോ കൊടുക്കണം. റീൽസ് നോ കൊടുക്കാം, വേണ്ടെങ്കിൽ നോ കൊടുക്കാം. ഇത് വേണമെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് അങ്ങനെ ഒരു ദേവനന്ദൻ എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ ഫുൾ നെയിം, ദേവനന്ദൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി ഈ അക്കൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാം. ഇനി വേണ്ടാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കുക. വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അതേ അക്കൗണ്ട് തന്നെ എടുക്കരുത്, ഡിലീറ്റ് ചെയ്യേണ്ട മെത്തേഡാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ മാനേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീആക്ടിവേഷൻ ഓഫ് ഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. ഡീആക്ടിവേറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക. നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് ആണല്ലോ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു റീസൺ സെലക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ട റീസൺസ് കൊടുക്കാം. ശേഷം ഇവിടെ കണ്ടിന്യൂ എടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം അയച്ചെന്ന ഒരു അക്കൗണ്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജിമെയിലായിരിക്കും ആ കോഡ് വരുന്നത്. ജിമെയിൽ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അയച്ചെന്ന ഒരു കോഡാണ് നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കിടക്കുന്നതിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡാണ് എനിക്ക് വന്നത്. ഇവിടെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഞാൻ ഇപ്പോൾ കോപ്പിയാണ് ചെയ്യുന്നത്. കോപ്പി ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ നമ്മുടെ ക്ലിക്ക് ബോർഡിൽ തനി ഇതിൻ്റെ കോപ്പി ആയിക്കോളും. ഇത് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഞാൻ സ്കിപ്പ് ചെയ്യാണ്. കാരണം ആ അക്കൗണ്ട് ഒന്നേന്ന് എടുക്കണം, എല്ലാം ഒന്നേന്ന് എടുക്കണം, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ച ആ കോഡ് ഏതാണോ ഞാനത് ഇവിടെ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. എന്തോ എറർ വന്നതാണ്. ഓക്കെ, ഞാൻ അത് കറക്റ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അത് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അത് ഇതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ അക്കൗണ്ടിൽ കൊടുത്ത പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നേക്കുമായി ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലിലേക്കാണ് അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാമെന്ന്